शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഓരോരുത്തരുടെയും മൂർത്തിയായിട്ടുള്ള ശിവം നാരസിംഹമൂർത്തി അപ്പയുടെ കൽക്കി ഭാവത്തെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നരസിംഹമൂർത്തിയെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ വാട്സപ്പിൽ വരികയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് ഈ എപ്പിസോഡ് ഗൂഢമായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ ചില ഉപാസന രീതികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുപറ്റി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഞാൻ എന്നുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ അരുൺ പ്രഭു ഗൗഡസാരസ്വത് ബ്രാഹ്മണ എന്ന ഒരു ഗോത്രത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രഭു എന്ന് പറഞ്ഞാൽ ഇസ്കോൺ പ്രഭു അല്ല, എൻ്റെ സർനെയിമാണ്. അതായത് രവീന്ദ്ര പ്രഭുവാണ് എൻ്റെ അച്ഛൻ, റായ് പ്രഭുവാണ് എൻ്റെ മുത്തച്ഛൻ. അങ്ങനെ 5 തലമുറകൾ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു, നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ 5 തലമുറകളുടെ പേര് അറിഞ്ഞിരിക്കണം. അതാണ് ഗൗഡ സാരസ്വത് ബ്രാഹ്മൺ. സാരസ്വത നദീ തീരത്ത് നിന്ന് ഉള്ള സംസ്കാരമാണ്. മധ്വ കൺസെപ്റ്റാണ്, മധ്വാചാര്യ കൺസെപ്റ്റിലാണ് ഞാൻ ജനിച്ചത്. മധ്വാചാര്യ കൺസെപ്റ്റിലാണ് ഞാൻ ആചരിക്കുന്നത് ഉപാസനകൾ. പിന്നീടാണ് സിദ്ധ കൺസെപ്റ്റും ഞാൻ ഉപാസിക്കാൻ തുടങ്ങിയത്. തികച്ചും വൈഷ്ണവ കൺസെപ്റ്റിൽ ജനിച്ച, സാരസ്വത ബ്രാഹ്മൺ ആയിട്ട് ജനിച്ച ഞാൻ ശൈവ കൺസെപ്റ്റും ശാക്തേയ കൺസെപ്റ്റും ഗൃഹസ്ഥമാക്കി. അതിനൊക്കെ കാരണക്കാരൻ തന്നെ അപ്പ തന്നെയാണ്, നരസിംഹമൂർത്തി തന്നെയാണ്. എല്ലാ ദിവസവും നവമുദ്രാധാരണം ചെയ്യുക, ത്രിസന്ധ്യ വന്ദനം ചെയ്യുക. നവമുദ്ര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 9 മുദ്രകളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അത് ഒന്നെങ്കിൽ നമ്മൾ ഗോപീചന്ദനത്തിൽ മുക്കി ഓരോ ഭാഗങ്ങളിൽ നമ്മൾ പതിപ്പിക്കുക, അല്ലെങ്കിൽ ഗംഗാജലത്തിൽ മുക്കി നമ്മൾ ശരീരത്തെ തൊടിയിക്കുക. 9 ഭാഗങ്ങളിൽ. ഞാൻ ഗംഗാജലത്തിലാണ് തൊടിയിക്കുന്നത്, കാരണം ഒരു കാട്ടായത്തിൻ്റെ ആവശ്യമില്ല. സോറി. തികച്ചും എൻ്റെ ബാല്യം തന്നെ ദൈവീകപരമായിട്ടുള്ള ചുറ്റുപാടിലാണ് വളർന്നത്. എൻ്റെ വലത്ത് വശത്തും പുറകിലും ഇടത്തെ വശത്തും എല്ലാം ക്ഷേത്രങ്ങളാണ്. അപ്പോൾ തികച്ചും ഭക്തിമയമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ കുട്ടിക്കാലവും. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മക്കളുടെ കൂടെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ നരസിംഹമൂർത്തി, ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ തന്നെ വിഷ്ണു സഹസ്രനാമങ്ങളും അതേപോലെ വ്യാസപീഠത്തിൽ നിന്ന് വ്യാസ സ്തോത്രങ്ങളും ചൊല്ലുന്ന പതിവായിരുന്നു. പിന്നെ ജോലിയായി നാട് വിട്ട് നിൽക്കേണ്ടി വന്നു, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ. പക്ഷേ എവിടെ പോയാലും ആ സ്ഥാനത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി 1 മണിക്കൂർ ഇരുന്ന് ധ്യാനിക്കുക എന്നുള്ള എൻ്റെ ശീലം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു.
ഞാൻ പറഞ്ഞു ആദ്യം അഗസ്ത്യകൂടത്തിലാണ് എൻ്റെ ആദ്യത്തെ ചൈതന്യം. ചെറുപ്പം മുതലേ ഇപ്പോൾ ഞാൻ ജനിച്ച ഉടനെ തൊട്ടിലിട്ടു. തൊട്ടിൽ നാഗങ്ങൾ വരുമായിരുന്നു. ആദ്യത്തെ ദിവസം തൊട്ടിൽ നാഗം വന്നപ്പോൾ എല്ലാവരും പേടിച്ചു, വീട്ടിലെല്ലാവരും, എന്നെ എന്തെങ്കിലും നാഗങ്ങൾ ഉപദ്രവിക്കുമോ എന്നുള്ളത്. പക്ഷേ തൊട്ട് പുറകിലുള്ള വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ ചെന്ന് വെളിച്ചപ്പാടിനെ കൊണ്ടുവന്നു മഞ്ഞൾ ഊതിച്ചു. പതുക്കെ നാഗങ്ങൾ പോയി. പക്ഷേ എനിക്ക് ഒന്നും തന്നെ ഉപദ്രവം ചെയ്തില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ നാഗങ്ങൾ വരും. തൊട്ടിലൊക്കെ മാറ്റിയൊക്കെ ഇടുമായിരുന്നു. പക്ഷേ എവിടെയൊക്കെ തൊട്ടിലിട്ടോ അവിടെയൊക്കെ നാഗങ്ങൾ തൊട്ടിൽ വരുമായിരുന്നു. അപ്പോൾ വെളിച്ചപ്പാട് പറഞ്ഞു, പേടിക്കേണ്ട, ഇത് കുട്ടിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഉപദ്രവം ചെയ്യില്ല എന്നുള്ളത്. ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ തൊട്ടിൽ വന്നിരിക്കും. അതുകൊണ്ട് ജാതകം ഇപ്പോൾ ഈ കുട്ടിയുടെ, അതായത് എൻ്റെ ജാതകം ഇപ്പോൾ ചെയ്യണ്ട എന്ന് വെളിച്ചപ്പാട് പറയുകയും ചെയ്തു. അതനുസരിച്ച് ജാതകങ്ങളൊന്നും ചെയ്തില്ല. ഒരു പ്രായമായപ്പോൾ ഞാൻ തന്നെയാണ് ജാതകം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ജാതകം ചെയ്യിപ്പിച്ചപ്പോൾ 2016, അതായത് 2013 ജാതകം ചെയ്യുന്നു, 2016 വരെ ആയുസ്സുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞത്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഒരു തലത്തിൽ, അതായത് ഒരു സെപ്പറേറ്റ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ് എന്നെ കണക്കാക്കിയിരുന്നത്. കാരണം നാഗങ്ങൾ വരുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തെ രീതിയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നടക്കുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ എന്നെ മറ്റുള്ളവരുടെ കൂടെ കൂട്ടാനോ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനോ അനുവദിക്കുന്നില്ല. കാരണം ഞാൻ കളിക്കാൻ പോകുമ്പോൾ അവർ മാറി പോവും. അപ്പോൾ തികച്ചും ഒറ്റയ്ക്കെന്നുള്ള രീതിയിൽ പറമ്പിൽ തന്നെ അമ്പലം കളിയായി, ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന്. ഇപ്പോൾ കുട്ടികളാവുമ്പോൾ കൂട്ടുകാരൊന്നും വേണ്ട, ഒറ്റയ്ക്കാണെങ്കിലും കളിക്കും, അവരാടോരൊക്കെ സംസാരിക്കും. അതേപോലെ ഒരു പ്രകൃതമായിരുന്നു എൻ്റെ ബാല്യവും. പക്ഷേ ആ അമ്പലം കളിയിൽ തികച്ചും നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ കുട്ടിത്വം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്ന് തൊട്ട് എനിക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അപ്പയോട് തോന്നിയിരുന്നു. അവിടെ തൊട്ട് എൻ്റെ ഉപാസനകൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു പ്രായമായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചെറുപ്പത്തിൽ കഞ്ഞിയും കൂട്ടാൻ കളിയുന്ന പോലെ ക്ഷേത്രം കളിയാണെന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഇഷ്ടിക വെച്ചിട്ട് ഭഗവാൻ എന്നുള്ള, നരസിംഹമൂർത്തി എന്നുള്ള ഭഗവാൻ ഭാവത്തിൽ പൂജിക്കുന്നതൊക്കെ ഈ ഇലകൾ വെച്ചും പറമ്പിലെ പൂക്കൾ വെച്ചൊക്കെയാണ് പൂജിക്കുന്നത്. ആ കുട്ടിത്വമാണ്, ഒറ്റയ്ക്ക് കളിക്കുക. പക്ഷെ അതിലൊക്കെ എൻ്റെ ഉപാസനകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാല്യത്തിൽ തന്നെ. ഈ നേരം വരെ, ഈ ഒരു തലം വരെ ഉപാസനകളിൽ യാതൊരു തരത്തിലുള്ള മുട്ടും വരുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഉപാസന പ്ലസ് അപ്പം തന്ന ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ എവിടെ നിന്നാണ് സിദ്ധികൾ കിട്ടിയത്, എവിടെ നിന്നാണ്, ഏത് മലയിൽ നിന്നാണ് എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ചെറുപ്പം മുതലേ വളർന്ന് ഞാൻ അറിയാതെ പോയ കാര്യമായിരിക്കാം. ഇപ്പോഴും ചിലർ ചോദിക്കാറുണ്ട്, ഏത് മലയിൽ പോയിട്ടാണ് ഈ പവർ കിട്ടിയത് എന്നൊക്കെ. പക്ഷേ ഞാൻ എപ്പോഴും അവരോട് പറയുക, ഐ ഡോണ്ട് ഹാവ് എനി പവേഴ്സ്. വാട്ട് എവർ എൻ്റെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു അപ്പ. ഐ ആം ജസ്റ്റ് എ ബിഗ് സീറോ. അപ്പ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലവർ ദീക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ വരുന്നു, പക്ഷേ ശിഷ്യന്മാരാകാനൊക്കെ വരാറുണ്ട്. പക്ഷേ ശിഷ്യന്മാരായി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അവിടെ വിഘ്നം വരും. സോ അപ്പം തന്നെ ആ ശിഷ്യന്മാരെ അങ്ങോട്ട് ഗെറ്റ് ഔട്ട് അടിച്ചു. കാരണം ശിഷ്യന്മാർ വരുന്നത്, അതായത് എൻ്റെ ശിഷ്യനാകാൻ വരുന്നവരൊക്കെ എനിക്കെവിടെ നിന്ന് ശക്തി കിട്ടി? ഇപ്പോൾ കൊണ്ടിറങ്ങിയിൽ നിന്നാണോ, അതോ മറ്റ്
അഗസ്ത്യകൂടത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കഞ്ചമലയിൽ നിന്നാണോ പൊന്നിമലയിൽ നിന്നാണോ അതോ പഴനിയിൽ നിന്നാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദേ ആർ നോട്ട് ജെന്യൂൻ പേഴ്സൺ. അതപ്പയ്ക്കറിയാം. അപ്പം ഞാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അത് സോൾവ് ചെയ്ത് അവരെ അകറ്റിക്കൊള്ളും. അപ്പയ്ക്കറിയാം ഏതാണ് ജെന്യൂനിറ്റി ഉള്ളതെന്നുള്ളത്. കാരണം ശിഷ്യന്മാരായി കഴിഞ്ഞാൽ അപ്പം തന്നിരിക്കുന്ന ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ പറ്റാതെ വരും. ചില ഗൂഢമായ കാര്യങ്ങളായിരിക്കും, ചില സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അവിടെയൊക്കെ ഇവരെയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അത് മുടങ്ങും. സോ അതുകൊണ്ട് എന്നെ ഒറ്റയാനാക്കി തന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് അപ്പ മുന്നോട്ട് കൊണ്ടുപോയത്. കുറേ പേര് വന്നായിരുന്നു ശിഷ്യന്മാർ, വലത്തും ഇടത്തുമൊക്കെ. അപ്പോൾ നാം ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പ്രശസ്തി ആവശ്യമില്ല. ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് ഒരു വലിയ ഒരു ഗുരുവായി കുറേ ശിഷ്യന്മാർ വേണം എന്നുള്ള മനസ്സേ എനിക്കില്ല. പ്രശസ്തി വേണമെങ്കിലും ആകാമായിരുന്നു, പക്ഷെ അതിനൊന്നും അപ്പം എനിക്ക് ആ ഒരു സ്വഭാവം എനിക്ക് പണ്ടേ തൊട്ടേ ഇല്ല. അപ്പയുടെ കാൽക്കൽ സേവ ചെയ്യുക, അപ്പ പറയുന്ന പോലെ ചെയ്യുക എന്നല്ലാതെ അതിനും അപ്പുറം ഒരു ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ലെവലിൽ അറിയപ്പെടാനോ ഒന്നും മുതിരേണ്ട ആവശ്യമില്ല. കാരണം ഞാനെന്നുള്ളൊരു വ്യക്തിയുടെ കർമ്മം അത് അപ്പയിൽ മാത്രം ബോധിപ്പിച്ചാൽ മതി. യു ഡോണ്ട് വാണ്ട് ഹീ സുപ്രീം ഗോഡ്. ഒരു കാട്ടായത്തിൻ്റെ ആവശ്യമില്ല, ഒരു ഡ്രസ് കോഡിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ അപ്പ ഡയറക്റ്റ് ലിങ്ക്ഡ് ആണ്. ദർ ഈസ് നോ സബ്സിഡറി ഓർ മിഡിൽ. സോ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പയ്ക്കല്ലാതെ വേറെ ആളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു സെക്കൻഡ് പേഴ്സണിന് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു തലത്തിലാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നവർക്കൊക്കെ അവരൊക്കെ ഗുരുവായി, അവർക്ക് ശിഷ്യന്മാരായി. പക്ഷെ ഞാനിപ്പോഴും ഒരു സാധാ പേഴ്സൺ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്നിലാവുന്നത് മാത്രം ഞാൻ ചെയ്താൽ മതി. ഓവർഫ്ലോ ആയിട്ട് കുളവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ പോകുന്ന റൂട്ട് തികച്ചും എലോണാണ്. എനിക്കൊരു ശിഷ്യൻ്റെയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു ബാക്കപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഫുൾ സുപ്രീം ആണ് എൻ്റെ ബാക്കപ്പ് എന്നുള്ളിടത്തോളം കാലം ഒരു മാനുവൽ അല്പായുസുകളായ ഇരുകാലികളെന്ന് പറഞ്ഞ് നാം എല്ലാം മനുഷ്യൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. സോ അത് ഒരു ഭാഗത്ത്. ഇപ്പോൾ നരസിംഹമൂർത്തിയെ ഉപാസന എങ്ങനെയാണ്? വളരെ ഹാർഡായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ പല ഭാവങ്ങളിൽ നമ്മൾ ഉപാസിക്കുന്നു. കൃഷ്ണനായിട്ട്, അതേപോലെ മറ്റ് ശ്രീരാമചന്ദ്രനായിട്ട്, മത്സ്യ, കൂർമ്മ, വരാഹ, വാമന, ഭാർഗവ, ശ്രീരാമ, ശ്രീകൃഷ്ണ, ബൗദ്ധ, ഈ ഒരു ഭാവങ്ങളെയൊക്കെ നമ്മൾ ഉപാസിക്കുന്നുണ്ട്. വിഷ്ണുവിന് മറ്റു ഭാവങ്ങളുണ്ട്. പ്രദ്യുമ്ന, സംകർഷണ, അച്യുത, കേശവ, ജനാർദ്ദന, വാസുദേവ, അതൊക്കെ അങ്ങനെ നീണ്ടു പോകുന്നു. ഇപ്പം ശങ്കരഭാവത്തിലാണെങ്കിൽ നമുക്ക് വേട്ടയ്ക്കൊരു മകൻ, അങ്ങനെ ശങ്കരഭാവവും നമ്മൾ പൂജിക്കുന്നു. ശാക്തേയ കൺസെപ്റ്റ് ആണെങ്കിൽ സരസ്വതി, ദുർഗ, മഹാലക്ഷ്മി, കാളി, അങ്ങനെ ദേവി കൺസെപ്റ്റാണ്. പക്ഷെ നരസിംഹമൂർത്തിയെ ഉപാസിക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ വ്യക്തികൾ നരസിംഹമൂർത്തിനെ ഉപാസിക്കുന്നത് വളരെ വിരളമാണ്. കാരണം ഒരു സ്പെസിഫിക് അവതാരമല്ല, സുപ്രീം ലോഡാണ് നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നരസിംഹമൂർത്തി എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ നാം പോയി കഴിഞ്ഞാൽ വിഷ്ണു കൺസെപ്റ്റ്, വൈഷ്ണവ കൺസെപ്റ്റിലാണ് പൂജിക്കുന്നത്. അതായത്
നരസിംഹമൂർത്തിയെ ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറയും. വിഷ്ണുവിൽ ഒതുങ്ങുന്നതല്ല നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. ശങ്കരനിൽ ഒതുങ്ങുന്നതല്ല നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. ശാക്തേയ കൺസെപ്റ്റിൽ ഒതുങ്ങുന്നതല്ല നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറയുന്നു, ത്രിമൂർത്തി വന്ദ്യായ, ത്രിമൂർത്തികളാൽ വന്ദിക്കപ്പെടുന്നവൻ. അപ്പോൾ നരസിംഹം എവിടെ കിടക്കുന്നു? മഹാവിഷ്ണു എവിടെ കിടക്കുന്നു? ശങ്കരൻ എവിടെ കിടക്കുന്നു? ബ്രഹ്മാവ് എവിടെ കിടക്കുന്നു? ഇവർക്കും മീതയാണ് നരസിംഹമൂർത്തി. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ എന്താ ചെയ്യുന്നത്? ഡീഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എനർജി ലെവൽ കുറയുന്നു. നരസിംഹമൂർത്തിയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഉപാസിക്കുകയാണെങ്കിൽ 3 തലത്തിൽ വേണം ഉപാസിക്കുവാൻ: ശാക്തേയ, വൈഷ്ണവ ആൻഡ് ശൈവ. കാരണം ശാക്തേയ എന്ന് പറഞ്ഞാൽ ദേവി കൺസെപ്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അപ്പ എന്നേ പറയുള്ളൂ. സെക്കൻഡറി അമ്മ വേണ്ടതാണ്. പക്ഷേ അപ്പ മാത്രം എന്നുള്ളൊരു കൺസെപ്റ്റ്, എഴുന്നേൽക്കുമ്പോൾ അപ്പ എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് അപ്പ കാണിച്ചത്, അപ്പയുടെ നേതൃത്വത്തിൽ തന്നെ കാളിയും ധൂമാവതിയും മഹാലക്ഷ്മിയും ചിന്നമസ്തയും വാരാഹിയും പ്രത്യങ്കിരയും എല്ലാം കാണാനിടയായി. അപ്പോഴത്തേക്ക് എൻ്റെ കൺഫ്യൂഷനൊക്കെ മാറി. കാരണം അപ്പയുടെ ചൈതന്യങ്ങൾ തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോമിൽ വരുന്നത്. ഈ സുപ്രീം ലോർഡാണ് നരസിംഹമൂർത്തി. അപ്പോൾ നരസിംഹമൂർത്തിയെ ഉപാസിക്കുമ്പോൾ വൈഷ്ണവ കൺസെപ്റ്റ് മാത്രം ഫോളോ ചെയ്യാതെ ശാക്തേയ ശൈവ കൺസെപ്റ്റ്, ഇത് 3ഉം ഈക്വലൻ്റായിട്ട് ഉപാസിച്ചാൽ മാത്രമേ നരസിംഹമൂർത്തി എന്നുള്ള ഒരു ചൈതന്യത്തെ പൂർണ്ണ ഉപാസനയ്ക്ക് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മൾ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളൊക്കെ ജീർണിക്കാൻ കാരണം, ഇപ്പോൾ ഒട്ടുമിക്ക നരസിംഹ ക്ഷേത്രങ്ങൾ ജീർണിക്കുവാൻ മെയിൻ കാരണം വിഷ്ണു കൺസെപ്റ്റിലുള്ള ആചാരമാണ്, അനുഷ്ഠാനമാണ് അവിടെ നടക്കുന്നത്. അതായത് നിങ്ങളെ വേറെ പേരിൽ വിളിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേകിച്ച് ഡീഗ്രേഡ് ആയിട്ടുള്ള ലെവലിൽ. ഇപ്പോൾ വിഷ്ണു ഡീഗ്രേഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനർജി ലെവൽ, നരസിംഹമൂർത്തിയുടെ എനർജി ലെവൽ ഒരു സ്പെസിഫിക് കൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദശാവതാരത്തിൽ 4ാമത്തെ അവതാരമായി നരസിംഹമൂർത്തിയെ പറയുന്നു. പക്ഷേ ദശാവതാരത്തിലെ 4ാമത്തെ അവതാരത്തിൽ ഉൾക്കൊട്ട് പറ്റാത്ത, മീൻസ് അതിൽ ഒതുങ്ങി നിൽക്കാത്ത കൺസെപ്റ്റാണ് നാരസിംഹം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയും നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നു. മായൻ സംസ്കാരമാണെങ്കിൽ അവിടെയും നരസിംഹമൂർത്തിയെ ഉപാസിച്ചിരുന്നു. സത്യയുഗം തൊട്ട് നരസിംഹമൂർത്തിയെ ഉപാസനകൾ നമുക്ക് കാണാം. ശരിക്കും നരസിംഹമൂർത്തിയെ പൂർണ്ണമായിട്ട് അറിയാത്തതാണ്. മാത്രമല്ല, നമ്മൾ നരസിംഹമൂർത്തിയെ ഉപാസന തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മെയിൻ കാരണം നമ്മുടെ ഉപാസനാ രീതികൾ അറിയാത്തത് കൊണ്ടാണ്. വൈഷ്ണവ കൺസെപ്റ്റ് മാത്രം ഫോളോ ചെയ്തു പോവുക. പക്ഷേ ഉപാസനകളെന്ന് പറയുമ്പോൾ 3 ലെവലിൽ ശാക്തേയ, വൈഷ്ണവ, ശൈവ കൺസെപ്റ്റും ഈക്വലായിട്ട് ഉപാസിച്ചാൽ മാത്രമേ, അതായത് ശാക്തേയ എന്ന് പറഞ്ഞാൽ ശ്രീചക്രം, വൈഷ്ണവ എന്ന് പറഞ്ഞാൽ സാളഗ്രാമം, ശൈവ എന്ന് പറഞ്ഞാൽ ലിംഗം, ഇത് 3ഉം എവിടെ നരസിംഹമൂർത്തിയെ ഈക്വലൻ്റായിട്ട് ഉപാസിക്കുന്നു അവിടെയാണ് ശരിക്കും നരസിംഹം എന്നുള്ള കൺസെപ്റ്റ്, ചൈതന്യം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊക്കെ അടിയോടടിയായിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഇത് 3ഉം ഒരുമിച്ച് ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ
മറ്റുള്ള ദേവീ ദേവതകളെ ഉപാസിക്കുന്നത് പോലെ ആവില്ല നരസിംഹമൂർത്തിയെ ഉപാസിച്ചാൽ. തികച്ചും ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ പല 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 പരീക്ഷണങ്ങളിൽ അതിജീവിക്കേണ്ടി വരും. എല്ലാം പോവും നിങ്ങളുടെ. വാട്ട് എവർ ദ ബിലോങ്സ് ടു യു, എവ്രിതിങ് വിൽ ഗോ. ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബസ്ഥിതികൾ, നിങ്ങളുടെ ധനകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളെ അകന്നു പോകും. ഒരു ബിഗ് സീറോ ആക്കുക എന്നുള്ള ലെവലിൽ വരെ നിങ്ങൾ എത്തിച്ചേരും. കാരണം സുപ്രീം ലോഡാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ചൈതന്യത്തെയാണ് നിങ്ങൾ ഉപാസന ചെയ്യാൻ പോകുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ നരസിംഹമൂർത്തിയുടെ ഉപാസനകൾ ചെയ്യുവാൻ. എന്തും നേരിടാനുള്ള കൽപ്പ് നിങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തി വേണം ഉപാസന തുടങ്ങുവാൻ. മറ്റുള്ള ദേവതകളിൽ ചെറിയ ചെറിയ പരീക്ഷണമാണെങ്കിൽ നരസിംഹമൂർത്തിയെ നിങ്ങൾ ഉപാസിക്കുമ്പോൾ വൻ പരീക്ഷണങ്ങൾ അവിടെ ഉണ്ടാകും. കാരണം നവഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന നവനാരസിംഹമാണ് നരസിംഹമൂർത്തി. ധന്വന്തരിക്ക് ശക്തിയേകുന്ന വൈദ്യനാരസിംഹമാണ്. അപ്പോൾ എല്ലാ ദേവതകളും നരസിംഹമൂർത്തിയുടെ അംശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം ലോർഡ് ശിവം ത്രിനേത്രൻ എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദശാവതാരത്തിലെ 4ാമത്തെ അവതാരം എന്നുള്ളതാണ്. പക്ഷേ തെറ്റാണ്. അതിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചൈതന്യമല്ല ഈ സുപ്രീം പ്ലസ് സുപ്രീം. അതിന് മേളിലൊരു അതോ ഈക്വലൻ്റോ ചൈതന്യം വേറെയില്ല. നരസിംഹമൂർത്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ ആ ചൈതന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നരസിംഹമൂർത്തിയുടെ ഉപാസകരെ വളരെ വളരെ വിരളമാണ്. കാരണം എല്ലാം ഫോളോ ചെയ്യുന്നത് വൈഷ്ണവ കൺസെപ്റ്റിലാണ് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നത്. അവിടെ ഫെയില്യൂർ ആയിരിക്കും. നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നെങ്കിൽ 3 തത്വവും ഈക്വലായിട്ട് ഫോളോ ചെയ്തേ ഒക്കുള്ളൂ. അല്ലേ പിന്നെ സാധാരണ വൈഷ്ണവ കൺസെപ്റ്റിൽ പൂജിക്കുമ്പോൾ ലോ ലെവൽ എനർജി ആയിരിക്കും ആ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ആ ഉപാസകനും ഉണ്ടാവുക. ചെറിയ പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ശരിക്കും നരസിംഹമൂർത്തി എന്നുള്ളൊരു ചൈതന്യത്തെ പകുതി മൃഗവും പകുതി സിംഹവും പകുതി മനുഷ്യനും എന്നുള്ള കൺസെപ്റ്റ് നാം സ്വീകരിക്കുമ്പോൾ, ഉപാസന എടുക്കുമ്പോൾ, നാം നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ അവിടെ നിന്ന് തുടങ്ങും. നല്ല ഹാർഡ് പരീക്ഷണമായിരിക്കും. കാരണം ഭഗവാനെ ഒരു പ്രഹ്ലാദനെയാണ് വേണ്ടത്, അല്ലാതെ ഒരു ഭക്തനെയല്ല, ഒരു ഡിവോട്ടീനെ അല്ല. ഒരു പ്രഹ്ലാദനെയാണ് വേണ്ടത്. ആ പ്രഹ്ലാദനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പരീക്ഷണം എന്ന് പറയുന്നത്. ശരിക്കും പരീക്ഷിക്കും. ചില്ലക്ഷരങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എഴുതിപ്പിക്കുന്ന രീതിയിലായിരിക്കും പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ ഓരോന്നും വിജയിച്ച് വരുന്ന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചാലും അപ്പം നമ്മളെ വിടത്തില്ല. അവിടെ നിന്നാണ് നമുക്ക് ശരിക്കുമുള്ള സ്നേഹം നമുക്ക് മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് ഉഗ്രമൂർത്തി ആവുമ്പോൾ പരീക്ഷണങ്ങൾ വിജയിച്ച് സ്വയം തന്ത എന്നുള്ളത് അച്ഛനാണെന്നുള്ള ലെവലിൽ എത്തുമ്പോൾ തികച്ചും ആ ചൈതന്യത്തിൻ്റെ സ്നേഹവും വാത്സല്യവും നമുക്കറിയാൻ പറ്റും. പിന്നെ ലോകത്തിലെ ഒരു വ്യക്തിയെയും ഒന്നും കൂസലാക്കാതെ വൺ ആൻഡ് ഓൺലി എന്നുള്ളൊരു കൺസെപ്റ്റ് അപ്പ തന്നെയാണ് അമ്മയും. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു
ത്വമേവ ഗുരു, ത്വമേവ സർവം, എല്ലാത്തിലും, അകത്തും പുറത്തും, ഹൃദയത്തിന് പുറത്തും, ഈ കാണുന്ന ചരാചരങ്ങളിലുമെല്ലാം അപ്പ തന്നെയാണ് എന്നുള്ള തലത്തിൽ നാം എത്തും. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്താൽ മതി, ബാക്കിയൊക്കെ അപ്പ ചെയ്തോളും. ഇപ്പോൾ ഒരു ശത്രു വരികയാണെങ്കിൽ തന്നെയും നമ്മളൊന്നും ചെയ്യണ്ട, അപ്പ ചെയ്തോളൂ. നാം ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ അപ്പ എന്താണോ നമ്മളെ കൽപ്പിച്ചിരിക്കുന്നത് അത് മാത്രം ചെയ്യുക. മറ്റു വിചാരങ്ങളൊക്കെ ഔട്ട് ഓഫ് അപ്പയിൽ സമർപ്പിക്കുക. ഈ പറയുന്ന ശരീരം വരെ അപ്പയുടേതാണ്. നമ്മുടെ മനസ്സിൽ സങ്കടം വന്നാൽ, അല്ലെങ്കിൽ ഒരു ദേഷ്യം മറ്റുള്ളവനെ കൊണ്ട് വന്നാൽ, പിന്നെ ആ വ്യക്തി ഗോവിന്ദ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അപ്പയുടെ ഓരോ പരീക്ഷണങ്ങൾ ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഫിൽട്രേഷനാണ്. നരസിംഹമൂർത്തിയുടെ പരീക്ഷണങ്ങൾ വിജയിച്ച ഒരു വ്യക്തിക്ക് അഹങ്കാരമോ അഹംഭാവമോ ആർത്തിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പ്യുവർ ചിട്ടയോടെ വളർത്തി എടുക്കും. അതാണ് പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ. വൈരാഗി എന്നുള്ളൊരു തലത്തിലേക്ക് ആ ഉപാസകൻ എത്തിച്ചേരുമെന്നുള്ളതാണ്. അതാണ് ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ പരീക്ഷണങ്ങൾ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് നല്ല ഒരു വ്യക്തിയായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് അപ്പ ചെയ്യുന്നത്, അല്ലാതെ ദ്രോഹിക്കുകയല്ല. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ സാധാരണ ഉപദേശിക്കുക, എടാ കുടിക്കല്ലേ എന്ന്. പക്ഷെ അപ്പം അങ്ങനെയല്ല, നല്ല അടി വെച്ച് കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ തൊട്ട് അവൻ കുടി നിർത്തിയിരിക്കും. കാരണം അതുപോലുള്ള കണ്ണിച്ചോരയില്ലാത്ത രീതിയിലായിരിക്കും പരീക്ഷണം. അങ്ങനെ ചെയ്താലേ അവൻ നന്നാവുള്ളൂ. മനുഷ്യൻ്റെ രീതി അതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ കൂടെ പ്രസൻ്റ്ലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ശരിക്കും ഈ ശരീരം എന്നുള്ളത് അപ്പയുടെയാണ്. നമ്മൾ ജസ്റ്റ് സൈഡായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഫുൾ കൺട്രോളിങ് അപ്പയായിരിക്കും. നാളെ എന്ത് ചെയ്യണം, മുമ്പിൽ വരുന്ന വ്യക്തി, ഇപ്പോൾ ഉപാസകൻ്റെ മുമ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ഗോവിന്ദ. കാരണം ഈ മുമ്പിലുള്ള വ്യക്തി വിചാരിക്കുന്ന എന്താ, ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം നരസിംഹമൂർത്തിയാണ് എന്നുള്ളത് ഈ മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവത്തില്ല. സോ വിഡ്ഢിയായിട്ട് അവന് പോയി കഴിയുമ്പോൾ പോകുന്ന വഴി അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതാണ് ഒരു ഉപാസകന് ആയാലുള്ള ഓരോ വ്യതിയാനങ്ങൾ. മറ്റുള്ള ദേവീ ദേവതകളെ പെട്ടെന്ന് പ്രസാദിക്കാം, പരീക്ഷണങ്ങൾ തുച്ഛമായിട്ടുള്ള പരീക്ഷണമായിരിക്കും. പക്ഷേ സുപ്രീം ലോർഡ് നരസിംഹമൂർത്തിയെ ഉപാസിക്കുമ്പോൾ നല്ല രീതിയിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. വർഷങ്ങളെടുക്കും സിദ്ധിയായി തീരുവാൻ. ഇപ്പോൾ സാധാരണ നമ്മൾ ദേവതകളെ ഉപാസിച്ച് തുടങ്ങുമ്പോൾ സിദ്ധിയാവാൻ കൂടി വരിക 1 വർഷം അല്ലെങ്കിൽ 2 വർഷമാണ്. പക്ഷെ നരസിംഹമൂർത്തിയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുത്തുവാൻ വർഷങ്ങളെടുക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ആ ഒരു പ്യൂരിറ്റിയുള്ള സ്നേഹത്തെ നമുക്ക് നമ്മളിൽ വരിക്കാനൊക്കുള്ളൂ. ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏതു തരത്തിലുള്ളവരെയും വകവയ്ക്കാതെ ആ സ്നേഹത്തിൽ മാത്രം ഒതുങ്ങി, ആ സ്നേഹത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരായിരിക്കും പിന്നീട് ആ ഉപാസകൻ. അതാണ് നരസിംഹമൂർത്തിയെ അപ്പ എന്ന് വിളിക്കുന്നത്. കാരണം അപ്പയ്ക്കും മീതെ ഒന്നുമില്ല.
അപ്പയിൽ തന്നെ ദേവിയുണ്ട്. അതാണ് സെപ്പറേറ്റ് ഒരു ദേവീഭാവത്തെ വിളിക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അപ്പ എന്ന് വിളിച്ചാൽ മതി, എല്ലാമായി. അപ്പയെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവീ ദേവതകളെ ഉപാസിച്ച പോലെയാണ്. കാരണം എല്ലാം അപ്പയുടെ തന്നെ ചൈതന്യങ്ങളാണ്. ഈ പറയുന്ന വിഷ്ണുമായ ചാത്തൻ സ്വാമിയാണെങ്കിലും അയ്യപ്പനാണെങ്കിലും. ഇപ്പോൾ അയ്യപ്പൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിയാണ്. അയ്യപ്പൻ ഉപാസിച്ചിരുന്ന സാളഗ്രാമം ഇപ്പോഴും ആ അറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനൊന്നും അറിയാതെയാണ് അല്ലല്ലോ നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നത്. ആ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അയ്യപ്പൻ സാളഗ്രാമങ്ങൾ, ഉഗ്രസാളഗ്രാമം ഉപാസകനാണ്, നരസിംഹമൂർത്തിയെ ഉപാസകനാണ്. അപ്പോൾ പൂജാമുറിയുടെ നേരെ കാണുന്നത് വയലായിരുന്നു. പക്ഷേ പുല്ലവിടെ വിത്ത് പാകി കതിരി വഴുമ്പോൾ കത്തി നശിക്കുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം ഇടുക, കത്തിപ്പിടിക്കുക. അപ്പോൾ ഈ കർഷകർ അയ്യപ്പൻ്റെ പന്തളം കൊട്ടാരത്തിൽ വന്നു സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കിയ അയ്യപ്പൻ പൂജാമുറിയിൽ നിന്ന് താഴെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു അറയിൽ ഇരുന്ന് പൂജിക്കാൻ തുടങ്ങി. ഇപ്പോഴും ആ അറ കൂട്ടി തന്നെയാണ്, ആരും ധൈര്യപ്പെടുന്നില്ല അത് തുറക്കുവാൻ. അതാണ് നരസിംഹമൂർത്തിയെ ഇത്ര കണ്ട് സ്നേഹിക്കുവാൻ കാരണം. ഇപ്പോൾ നരസിംഹമൂർത്തിയെ പൂജിക്കുന്നവരുണ്ടാവും, ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നുണ്ടാവും. അത് കാഷ്വൽ വൈഷ്ണവ കൺസെപ്റ്റാണ്, അത് ലോ ലെവൽ എനർജിയാണ് തരുന്നത്. പക്ഷേ ശിവം എന്നുള്ള നരസിംഹമൂർത്തി, ദ റിയൽ സുപ്രീമിനെ ഉപാസിക്കുമ്പോൾ നമ്മൾ ത്രിതത്വങ്ങൾ കൂടാതെ ഉപാസിക്കുക പൂർണ്ണത വരില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു നരസിംഹമൂർത്തി എന്ന് നാം ഓരോ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള സിംഹഭാവമാണ് കാണാൻ പറ്റുക. ഇപ്പോൾ 100 നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ 90% ബിംബങ്ങളും മഹാവിഷ്ണു ഭാവമാണ്. അവിടെ ഫെയിലുവറായിരിക്കും. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ നാമാവശേഷമാകും. കാരണം നരസിംഹമൂർത്തിയെ പകുതി സിംഹവും, അതായത് തലസിംഹവും ഉടലെല്ലാം മനുഷ്യനുമായിട്ട് തന്നെ പൂജിക്കണം. അല്ലാതെ പൂർണ്ണ മനുഷ്യനായിട്ട് പൂജിച്ചു കഴിഞ്ഞാൽ ആ ഒരു തത്വം, ആ ഒരു ചൈതന്യം അവിടെ നിലനിൽക്കില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ റിയൽ പേര് നിങ്ങൾക്കറിയാം, പക്ഷെ മറ്റുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ പേരല്ലാത്ത വേറൊരു പേര് വെച്ച് നിങ്ങളെ സംബോധന ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന അമർഷം, നിങ്ങൾക്കുണ്ടാവുന്ന സങ്കടം സെയിം തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അപ്പോൾ അവിടെ ആ ചൈതന്യം നിലനിൽക്കില്ല. ആ ചൈതന്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ക്ഷേത്രം ജീർണിക്കും. ഇപ്പോഴും ഞാൻ കുറേ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ മലപ്പുറം സൈഡിൽ, കണ്ണൂർ സൈഡിലൊക്കെ വീക്ഷിക്കൂ. എല്ലാം കാട് കയറി ഉപാസന പൂജകളൊന്നും ഇല്ലാതെ കാട് കയറി കിടക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. കാരണം അവിടെ ഉള്ളിൽ ഇപ്പോഴും ബിംബമുണ്ട്, പക്ഷേ മഹാവിഷ്ണു കൺസെപ്റ്റാണ് അവിടെ. മുഖം മനുഷ്യൻ്റെ, പറയുന്നത് നരസിംഹമൂർത്തി ക്ഷേത്രം. അതെങ്ങനെയാവുക? അപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹമായിട്ട് തന്നെ ആ ഭാവത്തിൽ തന്നെ പൂജിക്കുക. പൂജിക്കുമ്പോൾ ശാക്തേയ വൈഷ്ണവ ശൈവ കൺസെപ്റ്റ് ഈക്വലായിട്ട് പൂജിക്കുക. എന്നാൽ മാത്രമേ നരസിംഹമൂർത്തി പൂർണ്ണത വരികയുള്ളൂ. ഇപ്പോൾ ഉപാസന തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പല പരീക്ഷണങ്ങൾ, വർഷങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിനുതങ്ങുന്ന മനസ്സ് പക്വതയുണ്ടെങ്കിൽ മാത്രമേ നരസിംഹമൂർത്തിയെ ഉപാസിക്കാൻ. നമ്മൾ സാധാരണ കാളിയും വിഷ്ണുമായയും അല്ലെങ്കിൽ കൃഷ്ണനും ഒക്കെ ഉപാസിക്കുന്നത് പോലെ ആവില്ല നരസിംഹമൂർത്തിയെ ഉപാസിക്കുമ്പോൾ. തീർച്ചയായിട്ടും അവൻ പരീക്ഷണത്തിന് സ്റ്റാർട്ടപ്പായിരിക്കും. പിന്നെ നരസിംഹമൂർത്തിയെ ഉപാസിക്കുക ഒരു
ഷോ ആണെങ്കിൽ അവൻ്റെ ജീവിതം ഇപ്പം നാം പറയില്ലേ നായ നക്കിയെന്ന്, ആ ലെവലിലേക്ക് വരും. കാരണം സീരിയസ് ആയിട്ട് വേണം നമ്മൾ പൂജിക്കുവാൻ. ആദ്യമൊക്കെ റൂളൊക്കെ വേണ്ടി വരും. പക്ഷെ വൺസ് പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് പ്രഹ്ലാദ കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ, മോൻ എന്നുള്ള കൺസെപ്റ്റിലെത്തുമ്പോൾ റൂൾസൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പം തന്നെ നിൻ്റെ സ്നേഹം മതിയടാ എന്നുള്ള തലത്തിലേക്ക് ഫുൾ ഫ്രീഡമാണ്. നീ എന്ത് ചെയ്താലും സ്നേഹത്തോടെ ചെയ്താൽ മതി, നോ റൂൾസ്. എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു സ്നേഹം? എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു ഫ്രീഡം? ഒരു ഫാൻസ് ആയിത്തീരും നമ്മൾ അപ്പയുടെ. അതാണ് ഉപാസന നരസിംഹമൂർത്തിയുടെ ചെയ്താലുള്ള ഗുണം. പക്ഷേ ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. പരീക്ഷണങ്ങൾ വിടരുത്, മുറുക്കി പിടിക്കണം കാലിൽ, എന്തു തന്നെ വന്നാലും. കാരണം വൺസ് നമ്മളത് തലത്തിലെത്തിക്കഴിഞ്ഞാൽ ദ റിയൽ ആൻഡ് ഫേക്ക്. കാരണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഒരു വ്യക്തിയായിട്ട് വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഫേക്കായിട്ടുള്ള ആളുകളെ നിങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ളതും കൂടിയാണ് അപ്പം ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു ദ്രോഹമല്ല നിങ്ങളിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഉറ്റവർ, ഉടയവർ, ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളെ റിയാലിറ്റിയോടെ സ്നേഹിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളത് അപ്പം തെളിയിച്ച് തന്നിരിക്കും. നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി അവൻ ജെന്യൂൻ അല്ലെങ്കിൽ അവൻ നിങ്ങളിൽ നിന്നും മാറും. പക്ഷെ നിങ്ങളുടെ മനസ്സിലെന്താ? അയ്യോ, എൻ്റെ ഉറ്റ സുഹൃത്താണ് മാറിയത്, എന്നെ വിട്ടു പോയി. നോ, ഹീസ് ഫേക്ക്, ദാറ്റ്സ് വാട്ട് ഹീസ് ഗോൺ. പക്ഷെ അത് അപ്പയെ ഉപാസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ചതിയിൽപ്പെട്ട് നമ്മൾ ഉറ്റവരാണെന്ന് നമ്മൾ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്നവർ നമ്മളെ ഭാവിയിൽ ചതിക്കും. അതുകൊണ്ട് അത് മുൻകൂട്ടി അറിഞ്ഞ് ദ റിയൽ സ്നേഹം അപ്പയിലേക്ക്, ഈ പരീക്ഷണം എന്ന് പറയുന്നത് അപ്പയിലേക്ക്, അതായത് നരസിംഹമൂർത്തിയുടെ മടിയിലിരിക്കുന്ന പ്രഹ്ലാദനാണ്. ആ ഒരു സ്നേഹമാണ്, ഒരു മോനോടുള്ള സ്നേഹമാണ് അപ്പം പരീക്ഷിക്കുന്നത്, അല്ലാതെ ഒരു ദ്രോഹമല്ല. സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഈ ലോകം, ഈ കുടുംബം, ഈ ബന്ധങ്ങൾ, ഇതൊക്കെ ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ആ പരീക്ഷണ കാലഘട്ടത്തിൽ. അതല്ല കപടമായിട്ടുള്ള സ്നേഹമാണ് എങ്കിൽ നിങ്ങളെ വിട്ട് ആ വ്യക്തി പോയിരിക്കും. അത് 100% ഉറപ്പാണ്. ഇപ്പം ഞാൻ നരസിംഹമൂർത്തിയുടെ ഭക്തനാണ് എന്ന് പറയുമ്പോഴും അവൻ ഫേക്കായിട്ടാണ് പറയുന്നതെങ്കിൽ അവനും കിട്ടും 1.5 അടി. കാരണം സുപ്രീം ലോർഡിനെ ഒരിക്കലും നമ്മൾ വെച്ച് കാശുണ്ടാക്കാനോ മുതലാക്കാനോ ശ്രമിച്ചാൽ അവൻ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നുള്ളതാണ്. അപ്പയ്ക്ക് വലിയവൻ ചെറിയവനെന്നുള്ളതല്ല, ജെന്യൂനായിട്ടുള്ളവനാണ് വേണ്ടത്. കുറേ ഭക്തന്മാരെ ആവശ്യമില്ല, ഒരു പ്രഹ്ലാദനെ മതി അപ്പയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ഉപാസിക്കുവാൻ തുടങ്ങുക. എന്തു തന്നെ പരീക്ഷണമാണെങ്കിലും അപ്പം നമുക്ക് നേർവഴി കാട്ടുകയാണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക. എന്തു തന്നെ വന്നോട്ടെ അപ്പയുടെ കാൽക്കൽ മുറുക്കെ തന്നെ പിടിച്ചോണം. എത്ര വർഷങ്ങളായിക്കോട്ടെ അപ്പയുടെ ആ സ്നേഹത്തിന് വേണ്ടി നാം കാത്തിരുന്നേ ഒക്കൂ. അതാണ് നരസിംഹമൂർത്തി എന്ന് പറയും. ഇപ്പം നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരും. കാരണം നരസിംഹമൂർത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്കാണ്. അതേസമയം ആ ഉപാസകന് സ്വന്തം അച്ഛനാണ്, അപ്പയാണ്. അതുകൊണ്ട് അവൻ നരസിംഹമൂർത്തി എന്ന് പറയത്തില്ല, അപ്പ എന്നേ പറയുള്ളൂ. കാരണം ആ സ്നേഹം അവന് കിട്ടുന്നുണ്ട്.
ആ വാത്സല്യം, ആ സപ്പോർട്ട് എല്ലാം രീതിയിൽ. ഈ ലോകത്ത് അവൻ ഒറ്റയാണെങ്കിൽ അവന് അപ്പയുടെ സപ്പോർട്ടുണ്ടോ? ഈ ലോകം തന്നെ അവനെതിരാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല അവന്. കാരണം കട്ടയ്ക്ക് തൻ്റെ മോനെ രക്ഷിക്കാൻ അപ്പയ്ക്കറിയാം. അപ്പോൾ നരസിംഹമൂർത്തിയുടെ ഉപാസന രീതികൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓം ശ്രീ നരസിംഹായ നമഃ. ഓം ശ്രീ നാരസിംഹായ നമഃ. ഇതാണ് മൂലമന്ത്രം. ബീജമന്ത്രം ക്ഷോം. ഓം ക്ഷോം നാരസിംഹായ നമഃ. ബീജമന്ത്രത്തോടെ വേണമെങ്കിലും നമുക്ക് ഉപാസിക്കാം, ജപിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.